ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ നിലവിൽ വാഗമണിലാണ്. കുമളി പോകുന്ന വഴിയാണ്. ഇവിടെ നിന്ന് ഒരു അടിപൊളി സ്പോട്ട് കണ്ടപ്പോൾ നിർത്തിയതാ. ഒരു രക്ഷയില്ലാത്ത സ്ഥലം, നല്ല ലൊക്കേഷൻ, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ വാഗമണിൽ ഇന്നലെ ഇവിടെ സ്റ്റേ ആയിരുന്നു. അത് കഴിഞ്ഞ് ഇവിടുന്ന് കമ്പം തേനി റൂട്ട് പിടിക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. പോകുന്ന വഴിയാണ് ഈ ഒരു സ്പോട്ട് കണ്ണിൽ പെട്ടത്. അതാണ് നമ്മുടെ വണ്ടി. ഇന്ന് സാറ്റർഡേ സൺഡേ ഒക്കെ ഭയങ്കര ബ്ലോക്കും ഒക്കെയാണ് ഇവിടെ വാഗമണിൽ. നിങ്ങൾക്കൊരാളെ കാണിച്ചു തരാട്ടാ. ഈ പാറയിൽ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കി. ഈ പാറകളിലൊക്കെ മാത്രം കാണുന്ന ഒരു പ്രത്യേക ഓന്ത് വർഗത്തിൽപ്പെട്ടതാണിത്. ഓന്ത് തന്നെയാണ്. അപ്പം പെട്ടെന്ന് കണ്ണിൽ പെട്ടില്ല. പാറയിൽ അവിടെ ഇരിക്കാൻ പോയപ്പോൾ അത് അനങ്ങണാണ്ട് നോക്കിയതാ. ഞങ്ങൾ ഈ വന്നിറങ്ങിയ സ്ഥലത്തിൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല. പക്ഷേ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒത്തിരി നേരം സന്തോഷമായിട്ട് സമാധാനമായിട്ട് അവിടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. കുറേ നേരം നിന്നതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന റൂട്ട് കട്ടപ്പന ടു കുമളി റൂട്ടാണ് കേട്ടോ. ഇത് ബസ് റൂട്ടാണോ എന്ന് അറിയാൻ പാടില്ല. റോഡിൻ്റെ ഏത് സൈഡ് നോക്കിയാലും നല്ല പച്ചപ്പും ഒരുപാട് കൃഷികളൊക്കെ ആയിട്ട് നമുക്ക് മനസ്സിന് ഭയങ്കര സന്തോഷം തരുന്ന ഒരു റൂട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി പോകുന്നത്. ചുറ്റും നോക്കിയാൽ ഒത്തിരി കൃഷികളും ഒക്കെ കാണുന്നുണ്ട്. നിങ്ങളിത് നോക്കിക്കേ, ഈ റോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഓരോ കുറ്റിമരത്തിലും കുരുമുളക് കയറ്റിയേക്കുക. കുരുമുളക് കൃഷിയാണ് ഈ ഒരു ഏരിയയിൽ. അടിപൊളി, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച. എന്തായാലും നല്ല വൈബായിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ വരുമാനം എന്ന് പറയുന്നത് ഈ കൃഷി തന്നെയാണ് കേട്ടോ. കൂടുതലും കുരുമുളക്, കൊക്കോ, ഏലം ഇങ്ങനെയുള്ള സംഭവങ്ങളാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ കൃഷി. പിന്നെ ഇഞ്ചി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങ് ദൂരെ മാനം മുട്ടെ പച്ച വിരിച്ചു നിൽക്കുന്ന മലനിരകളൊക്കെ കണ്ട. ഇത് കാണുമ്പോഴാണ് മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമാണത്. നമ്മളീ പോകുന്ന ട്രിപ്പിന് ഒരു എനർജി കിട്ടുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ്. പിന്നെ കുറച്ച് നേരത്തേക്ക് എൻ്റെ ഈ വ്ളോഗ് ഞാൻ വേറൊരാൾക്ക് കൈമാറുകയാണ് കേട്ടോ. എൻ്റെ മോൾക്ക് ഒന്ന് വ്ളോഗ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഞാനതൊന്ന് അവൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണേ. കുറച്ച് നേരം നിങ്ങളൊന്ന് സഹിക്കുക. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് റൗവിൽസ് ഫാമിലി. നമ്മള് ഇവിടെ റെസ്റ്റ് എടുക്കാൻ വന്നേക്കണ. നമ്മള് കുമളി റോഡിൽ കൂടെ പോയി നമ്മള് മുന്തിരിത്തോട്ടത്തിനൊക്കെ കാണാൻ പോണേണ്. ഇത് എടുത്ത് സൂം ചെയ്യാൻ പറ്റത്തില്ല. ഇതിപ്പോ വായിച്ച സമയം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വായിക്കാം. ഇത് നമ്മുടെ ചെറിയൊരു പെട്ടിക്കട കാട്ടിത്തരാട്ടാ. ഇത് ആ ചേച്ചിന്റെ പെട്ടിക്കട. ഇന്നാ തലയച്ചോ. അശോ, ഓ അട്ടാണോ കറിച്ചതേ. ഇതാണ് കട. എവിടുത്തെ കട? അതേത് കട? എന്റെ ബ്രദർ ഇതിവിടെ കണ്ട. ഇതെന്താണത്? സംഭവം ദൈവം എന്റെ കൊലയും കൊണ്ട്. എന്താടാ ഇന്നത്തെ ആദ്യം മുതലേക്കടാ. ഇന്നത്തെ ആദ്യം മുതലൊക്കെ ബോറായി. ആദ്യം മുതലൊക്കെ ബോറായി പോരാ എടുത്ത് വെക്കാൻ പാടാന്നറിയോ. അങ്ങനെ കുറെ നേരം ഞങ്ങളവിടെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെയും മുന്നോട്ട് പോകാൻ കേട്ടോ. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു ജംഗ്ഷനിലാണ്. ഈ ജംഗ്ഷൻ്റെ പേര് ആനവിലാസം. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ കൂടെ പോകുന്നത്. ഈ ഒരു പേര് കേൾക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്. ഒരു കുഞ്ഞ് ശാന്തമായിട്ടുള്ള ഒരു കുഞ്ഞ് ജംഗ്ഷൻ, കുറച്ച് കടകളും കുറച്ച് ഓട്ടോകളും ഒക്കെ ആയിട്ടൊരു കുഞ്ഞ് ജംഗ്ഷൻ. എന്താ മിഠായി? ഡയറി മിൽക്ക്. ഇവിടെ തണുപ്പായതുകൊണ്ട് എന്തോരം കഴിച്ചു? ഫുള്ള് കഴിച്ചോ? ഓക്കെ. വലിയൊരു ഫാമിലി പാക്കാണ് ന്യൂസ് അത് ഫുള്ള് കഴിച്ചു.
ഈ റോഡ് നല്ല റോഡ്, അടിപൊളിയായിട്ട് പോണ്ട്. ഇനിയിപ്പോ എന്തോരം ഉണ്ടാവും നമുക്ക് ഗൂഗിൾ അമ്മച്ചി? കുമളിയിലേക്ക് 12 കിലോമീറ്റർ. ഇതിപ്പോ സ്ഥലം ആനവിലാസം. ആനവിലാസം തന്നെയാണ്, ആനകളില്ലാത്ത ആനവിലാസം. അങ്ങനെ മുന്നോട്ട് പോയപ്പോ വീണ്ടും പിന്നെയും ഒരു ജംഗ്ഷൻ കണ്ടു കേട്ടോ. ഈ ജംഗ്ഷന്റെ പേര് വെള്ളാരംകുന്ന്. ഞാൻ ഈ പേരുകളൊക്കെ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ജംഗ്ഷന്റെ പേരുകൾ ഇങ്ങനെ വായിച്ച് പോകുക ഇൻട്രസ്റ്റഡ് ആയിട്ട്. ഇവിടെ നിന്ന് നമുക്ക് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണേ. വെള്ളാരംകുന്ന് ജംഗ്ഷൻ. അങ്ങനെ സമയം 2-2:30 ആയി. നമ്മളിത് ഈ കുമളി ജംഗ്ഷൻ വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഒരു 24 കിലോമീറ്റർ ആണ് കമ്പത്തേക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മളുടെ യാത്ര നമ്മൾ തുടരുവാണ്. അങ്ങനെ കുമളി ചെക്ക് പോസ്റ്റ് കടന്ന് ഞങ്ങൾ മുന്നോട്ട് പോവാണ് കേട്ടോ. ഇതാണ് കമ്പം തേനി റോഡ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ലാത്ത വ്യൂ ഇവിടെ നിന്ന് തന്നെ. പിന്നെ നമുക്കിവിടെ വണ്ടി ഒന്നും നിർത്താനുള്ള യാതൊരു വകുപ്പില്ലായിരുന്നു. ഫുൾ വളവും തിരിവുമാണ്. ഒരുപാട് വലിയ വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റോഡിനെ കുറിച്ചുള്ള വിവരങ്ങളൊന്നും നമുക്ക് അധികം അറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയും നിർത്താതെ നമ്മൾ മെല്ലെ ഓടിച്ചു പോകുകയാണ് കേട്ടോ. പോകുന്ന വഴി ഇതേപോലെ കുറേ കുരങ്ങന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ചോളല്ല, വേറെന്താ? ഇതെന്ത് കൃഷിയാണാവോ? കടുകാന്ന് തോന്നുന്നു അല്ലേ? കടുക് പോലെ തോന്നുന്നു. അങ്ങനെ നമ്മളിതാ തമിഴ്നാട് കൃഷിയിടങ്ങളിലേക്കൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. ഏതാണ്ടൊക്കെ എത്താനായിട്ടുണ്ട്. ഒത്തിരി റോഡിൻ്റെ 2 സൈഡും ഒത്തിരി കൃഷികളും ഒക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ കാഴ്ച നിങ്ങളൊന്ന് നോക്കി. ഈ പശു പ്രഗ്നൻ്റ് ആണെന്ന് തോന്നുന്നു. നല്ലൊരു കാഴ്ച. പാവം, അതിന് നടക്കാനേ വയ്യ പാവം. ഫുൾ തെങ്ങും തോപ്പാണ്. ഒരു സൈഡ് ഫുൾ തെങ്ങും തോപ്പ്, അതിൻ്റെ ഇടയിൽ മാവുണ്ട്. ഒരു സൈഡ് വേറെ ചെറിയ കൃഷികൾ. അത് കണ്ടിട്ട് കടുകായിട്ടാണ് തോന്നിയത്. അതെന്താന്ന് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. അങ്ങനെ നമ്മളുടെ ഒരു തമിഴ്നാട് വ്യൂവിലേക്ക് കടന്നിരിക്കുകയാണ്. ഒത്തിരി വാഴ കൃഷികളൊക്കെ ഉണ്ട്. ഒന്നും പറയാനില്ല. ഭയങ്കര നമുക്ക് മനസ്സിനൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാഴ്ചകളാണ് ചുറ്റും. തമിഴ്നാട് റോഡ് ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുവാണ്. നല്ല വിശാലമായിട്ടുള്ള കൃഷിയിടങ്ങളും നല്ല കാഴ്ചകളും നമ്മുടെ കേരളത്തിൽ കാണാൻ പറ്റാത്ത പല കാഴ്ചകൾ, കൃഷിയുടെ കാഴ്ചകളൊക്കെ അവിടെ ഉണ്ട്. നിങ്ങൾ ഈ 2 സൈഡും ഒന്ന് നോക്കിക്കേ. എന്തെങ്കിലും വേറെ പ്രത്യേകത തോന്നുന്നുണ്ടോ? ഈ റോഡ്, അതിൻ്റെ സൈഡിൽ ഒത്തിരി കൃഷികൾ, അങ്ങേയറ്റത്ത് 2 സൈഡും വലിയ മലനിരകളാണ്. അത് ഏതൊക്കെ മലനിരകളാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ആദ്യം എൻ്റെ കണ്ണിൽ പെട്ടത് ഇതാണ്. നോക്കിക്കേ, അങ്ങ് ദൂരെ 2 സൈഡും എന്താ പറയുക, ഉയരത്തിൽ വലിയ മലനിരകൾ. നമ്മൾ കമ്പത്തുള്ള മുന്തിരിത്തോട്ടങ്ങൾ കാണാനാണ് ഈ ഒരു പോക്ക്. നമ്മളിതുവരെ അവിടെ എത്തിയിട്ടില്ല, അങ്ങോട്ട് എത്താനായിട്ടുണ്ട്. പക്ഷെ നമ്മളുടെ ഈ വ്ലോഗ് ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് ബോറാവും. അപ്പോൾ ഇതിൻ്റെ പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ.